ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളെ ആരാണ് നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ മുതൽ നിങ്ങൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതാണ്. ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സൂട്ട്സ് ആണ്. ഒരു പുരുഷനെന്നാണ് കാണുന്നത്. ഇതിപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക, ചിലർക്കത് സ്ത്രീയുമായിരിക്കാം. ദ ലവേഴ്സ്, ക്യൂൻ ഓഫ് സോട്ട്സ്, ദ ഹെർമിറ്റ്, the Hierophant, Knight of Swords, Knight of Wands, Three of Swords, Four of Swords, the Devil. ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തന്ന് കൂടെ നിർത്തുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് നിങ്ങളെ എൻകറേജ് ചെയ്ത് നിങ്ങളോടൊപ്പം ഒത്ത് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു. അത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട്, ആരും ആവാം, കൂടെയുള്ള ആരും ആവാം. സോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട്. നിരീക്ഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്. അതവർക്ക് സഹിക്കുന്നില്ല. അത് അവരുടെ ലൈഫിൽ അങ്ങനെ ഇല്ലല്ലോ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, അതായത് ഇവിടെ ക്യൂൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ടൊരു നല്ല ഒരു മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാറ്റിനും സപ്പോർട്ടിനും നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ നിരന്തരം നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ പല കാര്യങ്ങളും വെട്ടി തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ആ വ്യക്തിയോട് പോലും ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഈ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നിങ്ങൾ മുഖത്ത് നോക്കി എടുത്തടിച്ച് പറഞ്ഞിട്ടുണ്ടാവാം മേ ബി. സോ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അത് പലർക്കും അങ്ങനെയാണ്. നമ്മൾ സത്യം തുറന്നടിച്ച് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ നിങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തിയോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടും കൂടെ ആയിരിക്കാം. ആ വ്യക്തി എപ്പോഴും നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു നല്ല ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയ വ്യക്തിയായിരിക്കും കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങളെല്ലാവരും ഒരു മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുകയും നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പോളിഷ്ഡ് ആവണമെന്ന് നോക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്കതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് വളരെ പോളിഷ്ഡായിട്ട് അവരെന്ത് പറഞ്ഞാലും തലയാട്ടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ നിരന്തരം ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളെ. അതുമാത്രമല്ല, നിങ്ങൾ കരിയറിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങളിൽ അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയെന്ന് ആൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു, നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്, എന്തൊക്കെ എഫേർട്ട് ഇടുന്നു, ഇതൊക്കെ നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് നിരീക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെ കാണുന്നത് ദ ഹെർമിറ്റ് ആണ്. നിങ്ങൾ സ്പിരിച്വലി ഒക്കെ നിങ്ങൾ കുറച്ച് ദൈവവിശ്വാസവും ആത്മീയ പാതയിലൊക്കെ നിങ്ങൾ കുറച്ച് പോകുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതും അവരെ നിരീക്ഷിക്കാൻ ഒരു കാരണമാണ്. കാരണം അവരങ്ങനെയൊന്നുമില്ല, വളരെ ഒരു നോർമലായിട്ടുള്ള മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഒരാൾ എപ്പോഴും മറ്റൊരാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെയാണ്. അവർ ഒട്ടും ഹാപ്പിയല്ല അവരുടെ ലൈഫിൽ, അവരുടെ വ്യക്തിത്വത്തിൽ ഹാപ്പിയല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് വരുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ കുശുമ്പും കുന്നായ്മ വെച്ച് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതൊരു കാരണമാണ്. നിങ്ങൾ സ്പിരിച്വലി ഉയരുന്നതും നിങ്ങൾക്ക് അതുവഴി ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരുന്നത്. ഇങ്ങനെയൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എല്ലായിടത്തും സംസാരിക്കുകയും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളൊരു ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. കുറച്ച് പേരൊക്കെ അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെങ്ങനെ ഇരിക്കാൻ കഴിയുന്നു നിങ്ങൾക്ക്? ഇത്രയും കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നിങ്ങളെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന ഒരു കാരണം കൊണ്ടും ആ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നു, എനിക്കിങ്ങനെ പറ്റില്ലല്ലോ എന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആൾറെഡി ഞാൻ പറഞ്ഞ ദൈവാനുഗ്രഹം ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു സക്സസ് വരും. മറ്റുള്ളവർ വിചാരിക്കും ഇത് പോക്കാണ്, ഇതൊന്നും സക്സസ് ആവില്ല എന്ന് പറയുന്ന സ്ഥലത്തും
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ ഒരു സക്സസ് വരും. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. ആൾറെഡി മറ്റുള്ളവർ നിങ്ങളെ കോർണർ ചെയ്യുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലും അവിടെയെല്ലാം നിങ്ങളൊരു വെളിച്ചം കണ്ടെത്തി അവിടെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയും. അതെല്ലാം അവരെ അത്ഭുതപ്പെടുത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് മാത്രം എങ്ങനെ കഴിയുന്നു, ഇത്രയും സ്ട്രഗിൾസിലൂടെ പോയാലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പ്രകാശം കണ്ടെത്താനും അവിടെ സന്തോഷിക്കാനും കഴിയുന്നതും അവർ നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു കാരണമാണ്. പിന്നെ നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കരിയറോ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കൈത്തൊഴിൽ ചെയ്താൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു. അതായത് പല കാര്യങ്ങളും ഇനി സക്സസ് ആവില്ലെന്ന് മറ്റുള്ളവർ മുദ്ര കുത്തി ഒരു സ്റ്റക്കായി നിന്നാൽ പോലും അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഗ്രോത്ത് വരും, ഏത് രീതിയിലെങ്കിലും. ഈശ്വരൻ നിങ്ങളെ ആ വഴിയിലൂടെയൊക്കെ നടത്തുന്നു. അല്ല, പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാൽ പോലും അതിനിടയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അത് മുഖേന നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നതും നിങ്ങളെ അവരിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ഒരു കാരണമാണ്. അവരാണെങ്കിൽ അവിടെ തകർന്ന് വീണേനെ, അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയേനെ. പക്ഷേ അവിടെ നിന്നും നിങ്ങളെങ്ങനെ ഇത്രയും ഒരു നിങ്ങളുടെ കരിയറിലായാലും ഇത്രയും ഒരു ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്ന് ചിന്തിച്ചും നിങ്ങളെ അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ചെയ്താലും നിങ്ങൾ എന്താച്ചാൽ ആയിക്കോളൂ. എനിക്ക് സങ്കടമാണ്, പക്ഷേ ആൾറെഡി നമുക്കെത്ര ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്രയും സങ്കടം ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങൾ എന്താച്ചാൽ ആയിക്കോളൂ, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാനൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യമാണ് വലുതെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നു. നിങ്ങൾക്ക് റിവാർഡൊക്കെ കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നുണ്ടാവും. അതൊക്കെ അവർ നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു കാരണമാണ്. നിങ്ങളുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നുപോയി, നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രയും ഹൃദയവേദന അനുഭവിച്ച് ജീവിതം തന്നെ എൻഡാക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കുറച്ച് പേരൊക്കെ സൂയിസൈഡ് ചെയ്താലെന്നോലും അങ്ങനെ അത് പറയാൻ പാടില്ല. എന്നാലും നമുക്ക് അത്രയും ഹൃദയവേദന കിട്ടുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയ വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ കരയുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ കരയണം, നിങ്ങളുടെ ലൈഫിൽ കരഞ്ഞ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കണം. നിങ്ങളുടെ ഇവിടെ 4 ഓഫ് സോർട്സും പറയുന്നതാണ്, നിങ്ങളുടെ കരിയറിലൊന്നും നിങ്ങൾ ഫോക്കസ്ഡ് ആവാതെ നിങ്ങളിങ്ങനെ സ്റ്റക്കായി കരഞ്ഞും സങ്കടത്തിലും ഇരിക്കുന്നത് കാണാനും അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആൾറെഡി വന്നിട്ടുള്ളത് അവർക്കറിയാമായിരിക്കാം. പക്ഷേ ഇനിയും അങ്ങനെ വരണമെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുന്നുണ്ടോ, നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ, നിങ്ങൾ ഫെയിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളിങ്ങനെ ഓരിടത്ത് തന്നെ തകർന്നിരിക്കുന്ന ഒരു എനർജി കാണാനും അവർ നിങ്ങളെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. മാത്രമല്ല, കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ആൾറെഡി ഉണ്ടെങ്കിൽ തന്നെ അതിലവർ ഫോക്കസ് ചെയ്ത് അത് മുഖേന നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ റിലേഷൻഷിപ്പ് പ്രോബ്ലം വരുന്നുണ്ടോ എന്നും. നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണ്. സോ നിങ്ങൾക്ക് അത് അവിടെ സ്റ്റക്കായി നിങ്ങളുടെ കരിയറിനെ ഒന്നും ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ കരിയറും ഫെയിൽ ആവണമെന്നും ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ആ വ്യക്തി. ഇവിടെ ഇന്നത് ഡെവിളാണ്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്തോ ഒക്കെ ഡാർക്ക് എനർജിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതായത് നിങ്ങൾ വീട്ടിലൊരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു. അതായത് നിങ്ങളെ അത്രയും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കുറച്ച് സ്പിരിച്വലി ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ അവരൊക്കെ ഈ പറയുന്ന വ്യക്തികളായാലും ദ്രോഹിക്കുകയാണെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ഒക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ അവരുടെ ലൈഫിൽ കിട്ടും. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്തൊക്കെയോ നെഗറ്റീവ് എനർജിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതായത് അവരുടെ ലൈഫിൽ എന്ത് വന്നാലും നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ആ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശാപം അതൊക്കെ കൊണ്ടാണ് അവരുടെ ലൈഫിൽ വരുന്നത് എന്ന് പറഞ്ഞ് അത് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിങ്ങളെ ആ ഒരു ചിന്ത കൊണ്ട് നിങ്ങളെ ഇങ്ങനെ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ആരോടും അത്ര സ്നേഹമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണെന്നും ദുഷ്ട സ്വഭാവമുള്ള വ്യക്തിയാണ്, സ്വാർത്ഥത പിടിച്ച വ്യക്തിയാണ്, ആർക്കും ഒന്നും ചെയ്യില്ല കൊടുക്കില്ല, അങ്ങനെയും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്രയും നിങ്ങളെ ഒരു എനിമിയായിട്ട് കണ്ട് നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ഫുൾ ടൈം. അവർക്ക് കൂടുതൽ ടൈമും നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചും നിങ്ങൾക്ക് കുറിച്ച് ചിന്തിച്ചും അവരെ എനർജിയും ടൈമും വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ കാണുന്ന ബോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വളരെ ഒരു
സെൽഫ് ലവ് ചെയ്യുന്ന, എപ്പോഴും സന്തോഷമായിട്ടും ലൈഫിനെ എൻജോയ് ചെയ്ത് വളരെ സെലിബ്രേറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൾറെഡി എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെ നിന്ന് എണീറ്റ് നിന്ന് നിങ്ങളുടെ മറ്റുള്ളവർ എന്തോ ചെയ്തോട്ടെ, അത് അവരുടെ കർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ആ ദുഃഖത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതും ഇപ്പം നിങ്ങൾക്ക് ആൾറെഡി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പുറത്ത് പോകുമ്പോഴായാലും മറ്റുള്ളവർ ആര് കണ്ടാലും നിങ്ങളതൊന്നും പ്രകടിപ്പിക്കാനും പോകില്ല. നിങ്ങൾ വളരെ മറ്റുള്ളവർ കാണുമ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പിയാണ് എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയും അതാണ് നിങ്ങളുടെ ഒരു എനർജി. പക്ഷേ അത് നോക്കി തന്നെ ഈ വ്യക്തിക്ക് ഇങ്ങനെ നിങ്ങളെ നിരീക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത്രയും അവരാഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ്, ഇവിടെ 3 ഓഫ് സോർട്സ് പറഞ്ഞാൽ ഹാർട്ട് ബ്രേക്കിംഗ് വരണമെന്നാണ്. പക്ഷേ അതിനിടയിൽ എല്ലാത്തിനും അതിനുവേണ്ടി അവരും ചില പണികളൊക്കെ ഒപ്പിക്കും. എന്നാൽ പോലും നിങ്ങൾ അവിടെ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു? എന്താണ് ഇത്? നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് അതിശയമാണ് ഒരു സൈഡിലൂടെ തോന്നുന്നത്. ഒരു സൈഡിൽ നിങ്ങളെ എനിമയായിട്ടും കാണുന്നുണ്ട് കുറച്ച് പേര് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.